ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ടോപ്പിക്ക് ഫൈസോസ്റ്റിഗ്മിനെ കുറിച്ചാണ്. ഫൈസോസ്റ്റിഗ്മിൻ ആർ ഓൾസോ നോൺ ആസ് എസറിൻ. ഇറ്റ് ബിലോങ്സ് ടു ദ ഡ്രഗ് ക്ലാസ് റിവേഴ്സിബിൾ കാർബമേറ്റ് ആൻറ്റികോളിനെസ്റ്ററീസ്. ഫൈസോസ്റ്റിഗ്മിനെ എസറിൻ എന്നും അറിയപ്പെടുന്നു. ഫൈസോസ്റ്റിഗ്മിൻ റിവേഴ്സിബിൾ കാർബമേറ്റ് ആൻറ്റികോളിനെസ്റ്ററേസ് എന്ന് പറഞ്ഞ ഡ്രഗ് ക്ലാസ്സിൽ പെടുന്നതാണ്. കാർബമേറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? റിവേഴ്സിബിൾ കാർബമേറ്റ് ആൻറ്റികോളിനെസ്റ്ററേസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ കാർബമേറ്റ്സ്? കാർബമേറ്റ്സ് ആർ എനി സോൾട്ട് ഓർ എസ്റ്റേഴ്സ് ഓഫ് കാർബമിക് ആസിഡ്. കാർബമിക് ആസിഡിൻ്റെ സോൾട്ടിനെയോ എസ്റ്ററിനെയോ പറയുന്ന പേരാണ് കാർബമേറ്റ്. അപ്പോൾ ആ ഡ്രഗ് ക്ലാസ്സിൽ പെടുന്ന റിവേഴ്സിബിൾ ആൻറ്റികോളിനെസ്റ്ററേസ് ആണ് ഫൈസോസ്റ്റിഗ്മിൻ. പിന്നെ ഫൈസോസ്റ്റിഗ്മിൻ എന്ന് പറയുന്നത് ആൽക്കലോയിഡ് ആണ്, ഒബ്റ്റെയിൻഡ് ഫ്രം Physostigma venenosum. It is a tertiary amine and has good penetration through tissue. ഫൈസോസ്റ്റിഗ്മിൻ എന്ന് പറയുന്നത് ഒരു ആൽക്കലോയിഡ് ആണ്, ഒബ്റ്റെയിൻഡ് ഫ്രം ഫൈസോസ്റ്റിഗ്മ വെനിനോസം. പിന്നെ ഇതൊരു ടെർഷറി അമൈൻ ആണ്. ഇറ്റ് ഈസ് എ ടെർഷറി അമൈൻ ആൻഡ് ഹാസ് ഗുഡ് പെനിട്രേഷൻ ത്രൂ ടിഷ്യൂസ്. ടിഷ്യൂസിൽ കൂടെ നല്ല പെട്ടെന്ന് പെനിട്രേറ്റ് ചെയ്യാൻ കഴിയുന്നു. ഇതൊരു ടെർഷറി അമൈൻ ആയതുകൊണ്ട് തന്നെ. ഇനി നിയോസ്റ്റിഗ്മിൻ്റെ കേസിൽ ഇത് പെട്ടെന്ന് പെനിട്രേറ്റ് ചെയ്യത്തില്ല. കാരണം നിയോസ്റ്റിഗ്മിനിലുള്ളത് ക്വാർട്ടർണറി അമോണിയം കോമ്പൗണ്ടാണ്. ഫൈസോസ്റ്റിഗ്മിനിൽ ടെർഷറി അമൈനാണ് ഉള്ളത്. മുൻപത്തെ വീഡിയോസിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഡിഫൈൻ ചെയ്തായിരുന്നു. അപ്പോൾ ഫൈസോസ്റ്റിഗ്മിൻ ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്? റിവേഴ്സിബിൾ ആൻറ്റികോളിനെസ്റ്ററീസ് ക്ലാസിഫിക്കേഷനിലാണ് ഫൈസോസ്റ്റിഗ്മിൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻഡയറക്ട്ലി സ്റ്റിമുലേറ്റിംഗ് മസ്കാർനിക് ആൻഡ് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ്. മസ്കാർനിക്കും നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിനെയും ഇൻഡയറക്ട്ലി സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. എങ്ങനെ? ബൈ ഇൻഹിബിറ്റിംഗ് ദ എൻസൈം കോളിനെസ്റ്ററേസ്. കോളിനെസ്റ്ററേസ് എന്ന് പറഞ്ഞ എൻസൈം ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ് മസ്കാർനിക് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിനെ ഇൻഡയറക്ട്ലി സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ കോളിനെസ്റ്ററേസ് എൻസൈം? ഇവിടെ പറയുന്നുണ്ടല്ലോ കോളിനെസ്റ്ററേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു എന്ന്. ഇനി എന്താണ് കോളിനെസ്റ്ററേസ് എൻസൈം എന്ന് നോക്കാം. എൻസൈം വിച്ച് ഹൈഡ്രോലിസിസ് കോളിനർജിക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. കോളിനർജിക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഹൈഡ്രോലൈസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എൻസൈമിനെ പറയുന്ന പേരാണ് കോളിനെസ്റ്ററേസ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അസറ്റൈൽ കോളിനെ കോളിനും അസറ്റിക് ആസിഡും ആയിട്ട് ഹൈഡ്രോലൈസ് ചെയ്യാൻ ഏബിളായിട്ടുള്ള ഒരു എൻസൈമാണ് കോളിനെസ്റ്ററേസ്. ഈ കോളിനെസ്റ്ററേസ് എൻസൈമിന് 2 സൈറ്റ് ഉണ്ട്. ഒരു ആനയോണിക് സൈറ്റും ഒരു എസ്റ്ററാറ്റിക് സൈറ്റും. ഇനി നമുക്ക് തിരിച്ച് ഫൈസോസ്റ്റിഗ്മിനിലോട്ട് വരാം. മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഫൈസോസ്റ്റിഗ്മിൻ. ഫൈസോസ്റ്റിഗ്മിൻ ലൈക്ക് കാർബമേറ്റ്സ് ബൈൻഡ് വിത്ത് ബോത്ത് ദ സൈറ്റ് ഓഫ് കോളിനെസ്റ്ററേസ് എൻസൈം. Thereby, enzyme become carboxylated. എന്താണ് സംഭവിക്കുന്നത്? ഫൈസോസ്റ്റിഗ്മിൻ പോലുള്ള കാർബമേറ്റ്സ്, പൊതുവെ കാർബമേറ്റ്സ് കോളിനെസ്റ്ററേസ് എൻസൈമിൻ്റെ 2 സൈറ്റ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ 2 സൈറ്റിലും ബൈൻഡ് ചെയ്യുന്നു. Thereby, enzyme become carboxylated. അങ്ങനെ അവിടെ കോളിനെസ്റ്ററേസ് എൻസൈം എന്ത് പറ്റുന്നു? കാർബാമിലേറ്റ് ചെയ്യപ്പെടുന്നു. This result in slow hydrolysis of acetylcholine. ഇത് കാരണം അസറ്റൈൽകോളിൻ്റെ ഹൈഡ്രോളിസിസ് സ്ലോ ഡൗൺ ആകും. Thus, the presence of acetylcholine increases. അങ്ങനെ അവിടുത്തെ അസറ്റൈൽകോളിൻ്റെ പ്രസൻസ് ഇൻക്രീസ് ചെയ്യുന്നു. Thereby, muscarinic and nicotinic receptors get stimulated indirectly. അങ്ങനെ മസ്കാർനിക് ആൻഡ് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു ഇൻഡയറക്റ്റ് ആയിട്ട്. ഓക്കെ, ഇനി അടുത്തത് യൂസസ് നോക്കാം. ഫൈസോസ്റ്റിഗ്മിൻ്റെ യൂസസ്. മെയിൻലി ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഗ്ലൂക്കോമ ആൻഡ് അട്രോപ്പിൻ പോയ്സണിങ്. ഗ്ലൂക്കോമയുടെ കേസ് പറയുകയാണെങ്കിൽ ഫൈസോസ്റ്റിഗ്മിൻ എന്താ ചെയ്യുന്നത്? റെഡ്യൂസസ് ഇൻട്രാ ഒക്കുലർ പ്രഷർ ബൈ പ്രൊഡ്യൂസിങ് മയോസിസ്. മയോസിസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇൻട്രാ ഒക്കുലർ പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ മയോസിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം തന്നെ അക്വസ് ഹ്യൂമറിൻ്റെ ഡ്രെയിനേജ് സംഭവിക്കുന്നു. ഈ ഫൈസോസ്റ്റിഗ്മിൻ്റെ ക്രോണിക് യൂസ് കാരണം കാറ്ററാക്റ്റ് ഫോമേഷൻ ഉണ്ടാകാം. അതുകൊണ്ട് ഗ്ലൂക്കോമയ്ക്ക് വേണ്ടിയിട്ട് ഫൈസോസ്റ്റിഗ്മിൻ വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ.
It is rarely used. In next, atropine poisoning. Atropine poisoning ആണ് സെക്കൻഡ് യൂസ്. അതിൽ ഫൈസോസ്റ്റിഗ്മിൻ ഈസ് യൂസ്ഡ് ഇൻട്രാവീനസ്ലി. Physostigmine has both the central and peripheral actions. It competitively reverses the effect of atropine poisoning. It is used cautiously by slow because it may cause bradycardia. അട്രോപ്പിൻ പോയിസണിങ്ങിൽ ഫൈസോസ്റ്റിഗ്മിൻ ഇൻട്രാവീനസ്ലി ആണ് യൂസ് ചെയ്യുന്നത്. ഫൈസോസ്റ്റിഗ്മിന് സെൻട്രലും പെരിഫറലും ആക്ഷൻസ് ഉണ്ട്. അട്രോപ്പിൻ പോയിസണിങ്ങിൽ കോമ്പറ്റീറ്റീവ്ലി റിവേഴ്സിങ് എഫക്റ്റാണ് ഫൈസോസ്റ്റിഗ്മിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഫൈസോസ്റ്റിഗ്മിൻ വളരെ ശ്രദ്ധയോടുകൂടി പതുക്കെയാണ് കൊടുക്കുന്നത് ഇൻട്രാവീനസ്ലി. കാരണം അല്ലാത്ത പക്ഷം ബ്രാഡികാർഡിയയ്ക്ക് ചാൻസ് ഉണ്ട്.